ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. കാതുകളിൽ കേട്ടിടാറായി ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി യേശു താൻ അരുളിയ വാഗ്ദത്തം നിറവേറാൻ കാലങ്ങൾ നമ്മെ വിട്ടു പായുകയായി യേശു താൻ അരുളിയ വാഗ്ദത്തം നിറവേറാൻ കാലങ്ങൾ നമ്മെ വിട്ടു പായുകയാ. സമാധാനമില്ല ഭൂമിയിൽ അനുദിനം നിലവിളി പടർന്നുയരുകയായി ധരണി തന്നിൽ. സമാധാനമില്ല ഭൂമിയിൽ അനുദിനം നിലവിളി പടർന്നുയരുകയായി ധരണി തന്നിൽ. ദൈവത്തിൻ പൈതങ്ങൾക്ക് ആനന്ദം ധരണിയിൽ ക്ലേശിപ്പലവലേശം സാധ്യമല്ല. ദൈവത്തിൻ പൈതങ്ങൾക്ക് ആനന്ദം ധരണിയിൽ ക്ലേശിപ്പലവലേശം സാധ്യമല്ല. കാഹളം കാതുകളിൽ കേട്ടിടാറായി ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി. ജനിച്ചു പ്രവൃത്തി ചെയ്തു മരിച്ചു മൂന്നാം ദിനത്തിൽ മരണത്തെ ജയിച്ചേശു ഉയരത്തിൽ പോയി. ജനിച്ചു പ്രവൃത്തി ചെയ്തു മരിച്ചു മൂന്നാം ദിനത്തിൽ മരണത്തെ ജയിച്ചേശു ഉയരത്തിൽ പോയി. പാപവും ശാപവും നീക്കി താൻ ജയം നൽകി പാപികൾക്ക് അവൻ നിത്യശാന്തി നൽകി. പാപവും ശാപവും നീക്കി താൻ ജയം നൽകി പാപികൾക്ക് അവൻ നിത്യശാന്തി നൽകി. കാഹളം കാതുകളിൽ കേട്ടിടാറായി ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി. ദൈവരാജ്യവാസന്നമായി മാനം തിരിവിൻ പാടുവിന്നവതാരമറിയിപ്പിൻ സുവിശേഷം ദൈവരാജ്യവാസന്നമായി മാനം തിരിവിൻ. യെരിഹോവിൻ മതിലുകൾ തകർത്തിടാൻ ഉണരുവിൻ കാഹളം മുഴക്കിടാം ദൈവജനമേ. യെരിഹോവിൻ മതിലുകൾ തകർത്തിടാൻ ഉണരുവിൻ കാഹളം മുഴക്കിടാം ദൈവജനമേ. കാഹളം കാതുകളിൽ കേട്ടിടാറായി ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി. യേശു താൻ അരുളിയ വാഗ്ദത്തം നിറവേ
യേശു താൻ അരുളിയ വാഗ്ദത്തം നിറവേറാൻ കാലങ്ങൾ നമ്മെ വിട്ടു പായുകയാ. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വേദപുസ്തകം വായിച്ചാൽ നമുക്കറിയാം, ഈ ലോകത്തിൽ പിശാചിൻ്റെ നോട്ടപ്പുള്ളികളാണ് ക്രിസ്ത്യാനികൾ. പിശാചിൻ്റെ നോട്ടപ്പുള്ളികളാണ് ക്രൈസ്തവ കുടുംബങ്ങൾ, ക്രൈസ്തവരായ യുവതി യുവാക്കന്മാർ. എന്തുകൊണ്ടാണ് അവർ പിശാചിൻ്റെ നോട്ടപ്പുള്ളികളാണെന്ന് പറയാൻ കാരണം? ക്രൈസ്തവൻ പിശാചിൻ്റെ നോട്ടപ്പുള്ളിയാകാനുള്ള കാരണം അവൻ്റെ ജീവിത ആരംഭത്തിൽ തന്നെ അവനൊരു സമർപ്പണമെടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ എല്ലാവരും ഇത് ഓർക്കുന്നുണ്ടായിരിക്കില്ല, പക്ഷേ പിശാച് കേട്ടിട്ടുണ്ട്. എന്താണ് എടുത്തിട്ടുള്ളതായ സമർപ്പണം? സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു, മിശിഹായെ ഞാൻ സ്വീകരിക്കുന്നു. അഥവാ സാത്താനോട് ഞാൻ യാത്ര പറയുന്നു, അവൻ്റെ തന്ത്രങ്ങളോട് അവൻ്റെ കൗശലങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. മിശിഹായെ, കർത്താവായ യേശുവിനെ എൻ്റെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്നു എന്നുള്ളതായ ഒരു സമർപ്പണം ക്രൈസ്തവൻ്റെ ബാല്യകാലത്ത് തന്നെ അവൻ്റെ മേലുണ്ട്. ആ സമർപ്പണം അവൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് പിശാചിന് അവനോട് വൈരാഗ്യമാണ്. ആ സമർപ്പണമുള്ളവരുടെ കുടുംബജീവിതത്തോട് പിശാചിന് വൈരാഗ്യമാണ്. ആ സമർപ്പണമുള്ളവരെ യൗവനകാലത്ത് തന്നെ തകർക്കണമെന്നുള്ളതാണ് പിശാചിൻ്റെ ആഗ്രഹം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം നാം വായിച്ചു നോക്കിയാൽ പിശാചിന് മാത്രമല്ല, മനുഷ്യർക്ക് പോലും അക്കാലത്തെ ക്രൈസ്തവരെ ഒരു ഭയമായിരുന്നു. 2-ാം അധ്യായത്തിൻ്റെ 42-43 വാക്യമൊക്കെ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. അവർ എന്നുവെച്ചാൽ ആ കാലത്ത് ക്രിസ്ത്യാനികളായിരുന്നവർ എല്ലാവരും ദേവാലയത്തോടും ദേവാലയത്തിലെ പെരുന്നാളിനോടും ആചാരങ്ങളോടും അവിടുത്തെ യാഗങ്ങളോടും എല്ലാം കുത്തിമറിഞ്ഞങ്ങനെ അനുഷ്ഠാനപരമായ ഒരു ജീവിതം നയിച്ചുകൊണ്ട് പോകുന്ന ആ കാലത്ത്, അക്കാലത്ത് ക്രിസ്ത്യാനികളായിരുന്ന ആളുകൾ എന്താണ് ചെയ്യാൻ തുടങ്ങിയത്? അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും അവർ വചനം കേൾക്കാൻ തുടങ്ങി, ഉപദേശം കേൾക്കാൻ തുടങ്ങി, ജീവിതത്തിലെ തിരുത്തലുകൾ വരുത്തേണ്ട കാര്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. അതാണ് ഉപദേശം എന്ന് പറയുന്നത്. വെറും പ്രസംഗമല്ല. ഉപദേശം എന്ന് പറയുന്നത് ഇന്നത് ശരി, ഇന്നത് തെറ്റ് എന്ന് വെളിവാക്കി കൊടുക്കുന്നതാണ്. അത് കേൾക്കാൻ തുടങ്ങി. കൂട്ടായ്മ ആചരിച്ചും അവർ അങ്ങനെയുള്ള ആ വിശ്വാസത്തിലേക്ക് വന്നവരോടുകൂടിയുള്ള ഒരു സ്നേഹമുണ്ടാകാൻ തുടങ്ങി. അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. പ്രാർത്ഥിക്കാൻ തുടങ്ങി, തന്നെത്താനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദേവാലയത്തിൽ തന്നെത്താൻ പ്രാർത്ഥനയില്ല. ദേവാലയത്തിൽ പ്രാർത്ഥന കേൾക്കലാണ് പ്രധാനമായിട്ടുള്ളത്. ഇവിടെ ഇതാ അവർ തന്നെത്താൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, അവർ ദൈവവചനം കേൾക്കാൻ തുടങ്ങി. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വന്നപ്പോൾ അടുത്ത വാക്യം നമുക്ക് വായിച്ചാൽ കാണാം. അടുത്ത വാക്യം എന്താണ്? 43-ാമത്തെ വാക്യം. എല്ലാവർക്കും ഭയമായി, അപ്പോസ്തലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. എല്ലാവർക്കും ഭയമായി. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്നതായ കൂട്ടത്തേക്ക് എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികളെ ഭയമായി? അവരുടെ ആറ്റം ബോംബ് ഉണ്ടായതുകൊണ്ടല്ല, കടാരി ഉണ്ടായതുകൊണ്ടല്ല, അവരുടെ കയ്യിൽ AK-47 തോക്കുണ്ടായതുകൊണ്ടല്ല, അവരുടെ കയ്യിൽ വേറെ ഏതെങ്കിലും അക്രമകാരികളായ എന്തെങ്കിലും ആയുധങ്ങളോ അക്രമകാരികളോ ആയതുകൊണ്ടല്ല. അവരെക്കുറിച്ച് ഭയമായി. അതിൻ്റെ കാരണം താഴത്തേക്ക് വായിച്ചാൽ നമുക്ക് പിന്നെയും മനസ്സിലാകും. താഴത്തേക്ക് നമുക്ക് 2-3 വാക്യം കൂടെ വായിക്കാം. വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്ന് സകലവും പൊതുവക എണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവന് ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും. പണത്തോടുള്ള ആകർഷണം പോയി. അതെല്ലാം മനുഷ്യന് ഭയം ഉണ്ടാക്കുന്നു. കാരണം പണവും അതുപോട്ടെ, സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചു എന്ന എബ്രായലേഖനത്തിൽ പറയുന്ന പോലെ ആളുകൾ ആ പണം ഇത്രയും പണം ഉണ്ടാക്കുക, പണം സ്വരൂപിക്കുക, ആ ആഗ്രഹം മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് തന്നെ അങ്ങ് മാറി. അത് ഉപേക്ഷിക്കാൻ തയ്യാറായി. അത് പൊതുവക എന്ന് എണ്ണാൻ തുടങ്ങി. അതെനിക്ക് ആവശ്യത്തിന് മതിയെന്ന് വയ്ക്കാൻ തുടങ്ങി. ധാരാളം ഉണ്ടായിരുന്നവൻ പോലും എനിക്ക് ആവശ്യത്തിന് മതിയെന്ന് തന്നെത്താൻ തീരുമാനിക്കാൻ തുടങ്ങി. അടുത്ത വാക്യം താഴത്തേക്ക് വായിക്കാം. 45-ാമത്തെ വാക്യം. ഒരുമനപ്പെട്ട ദിനംപ്രതി ദൈവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻ്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ആകെ തന്നെത്താൻ ദിവസം തോറുമുള്ള പ്രാർത്ഥന തുടങ്ങി. ദിനംതോറും പ്രാർത്ഥിക്കുന്ന അനുഭവം, ദൈവത്തെ സ്തുതിക്കുന്ന അനുഭവം. ദേവാലയത്തിലെ സ്തുതി എന്ന് കേട്ടിട്ടുള്ളൂ. ഇതാ സ്വന്തം ഭവനത്തിൽ ദൈവത്തെ സ്തുതിക്കുന്ന അനുഭവം.
മാത്രമല്ല തമ്മിൽ വലിയൊരു സ്നേഹം. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം കണ്ടപ്പോൾ ജനത്തിന് ഭയമായി, ക്രിസ്ത്യാനികളെ പേടിയായി അക്കാലത്ത്. മാത്രമല്ല 4-ാം അധ്യായം 33-ാം വാക്യം, അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിന്റെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. കർത്താവായ യേശുക്രിസ്തു ഉദ്ധരിച്ചു, അവൻ മരിച്ചവരിൽ നിന്ന് എഴുന്നേറ്റു, യേശു ജീവിക്കുന്നുണ്ട്, യേശു മരിച്ചവനാണ്, പക്ഷേ മരണത്തെ ജയിച്ച യേശു ഉയർത്തെഴുന്നേറ്റവനാണ്, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നുവെന്ന് നല്ല ധൈര്യമായിട്ട് പറയുന്നതായ ആളുകളെ കണ്ടു, വിശ്വസിക്കുന്നതായ ജനസമൂഹത്തെ കണ്ടു, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നവരെ കണ്ടു, ദൈവത്തെ സ്തുതിക്കുന്നവരെ കണ്ടു. അപ്പോൾ അനേകർക്ക് ഭയമായി തീർന്നത്. അനേകരവരോട് ചേർന്നില്ല എന്ന് വേറെ ഭാഗത്ത് കാണാം. ദൈവത്തെ സ്തുതിക്കുന്നത് കേട്ടാൽ ജനത്തിന് ഭയം വരുമോ? ദൈവവചനം കേൾക്കാൻ ആളുകൾ പോകുന്നത് കണ്ടാൽ മറ്റുള്ളവർക്ക് ഭയം വരുമോ? ദൈവവചനം കേൾക്കാൻ സഹോദരൻ പോകുന്നു, മറ്റൊരു സഹോദരൻ പോകുന്നില്ല. പോകാത്ത സഹോദരന് ഭയമാണോ വരുന്നത്? പുറമേ അവൻ കോപിക്കും, പുറമേ അവൻ അട്ടഹസിക്കും, പരിഹസിക്കും, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അവനൊരു ഭയമാണ് അവിടെ. സ്വന്തം കുടുംബത്തിൽ മക്കളും ഭാര്യയും എല്ലാം കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്നു, വേദപുസ്തകം വായിക്കുന്നു, പാട്ടുപാടുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിനോട് ചേരാത്ത ഭർത്താവ് അത് പരിഹസിക്കുന്നുണ്ടായിരിക്കും, പക്ഷേ ഉള്ളിലൊരു ഭയമാണ്. പ്രിയപ്പെട്ടവരെ, എപ്പോഴും ഹൃദയത്തിൽ തീയുള്ള ക്രിസ്ത്യാനിയെ കാണുമ്പോൾ തീയില്ലാത്ത ക്രിസ്ത്യാനിക്ക് ഭയമാണുള്ളിൽ. പരിഹാസത്തിൻ്റെ വാക്കുകൾ പറയുന്നുണ്ടായിരിക്കും, നിന്ദിക്കുന്നുണ്ടായിരിക്കും, പുച്ഛിക്കുന്നൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ അവൻ്റെ ഏകാന്തതയിൽ അവനൊരു ഭയം അനുഭവിക്കുന്നുണ്ട്. മറ്റുള്ളവരോട് പറയുമ്പോൾ അവൻ വീരവാദ്യം പറയുന്നുണ്ട്, പക്ഷേ അവനൊരു പ്രശ്നങ്ങളിലൂടെ പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ അവൻ്റെ ഉള്ളിൽ അവന് ഭയമാണ്. കാരണം എന്താണ്? സമർപ്പണമുള്ള ക്രിസ്ത്യാനി, ജീവനുള്ള ദൈവത്തെ മാനിക്കുന്ന ക്രിസ്ത്യാനി, വചനത്തിന് വില കൊടുക്കുന്നു, സ്തുതിക്കാൻ താല്പര്യമുള്ള ക്രിസ്ത്യാനി, അവനെ കാണുമ്പോൾ അല്ലാത്തവർക്ക് ഭയമാണ്. നമുക്കറിയാം, ആദിമ മാതാപിതാക്കന്മാരായ ആദാമും ഹൗവായും അവർ പിശാചിൻ്റെ മുമ്പിൽ ഒരു സോഫ്റ്റ് ടാർഗറ്റായിരുന്നു. അതിവേഗത്തിൽ വീഴിക്കാൻ പറ്റിയവരായിരുന്നു അവർ. ഹൗവായെ ആദാവിനെ വീഴിക്കാൻ പിശാചിന് അധികകാലമൊന്നും വേണ്ടി വന്നില്ല. 2 വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു. ആദ്യം ഒരു വാക്ക് പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാം. എന്താണ് ഒരു വാക്ക് പറഞ്ഞത്? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 1-ാമത്തെ വാക്യം, യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശല്യമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഒരു ചോദ്യം, നിസ്സാരമായ ഒരു ചോദ്യം. രണ്ടാമതൊരു ചോദ്യം കൂടെ ചോദിച്ചു. അതാണ് 4-5 വാക്യം. പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം, അത് തിന്നുന്ന നാളിൽ നിങ്ങളെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മതിന്മകൾ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യുമെന്ന് ദൈവം അറിയുന്നുവെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നമുക്ക് മനസ്സിലാകുമല്ലോ എത്ര സോഫ്റ്റായിട്ടാണ്. അനേക നാള് പരീക്ഷിച്ചിട്ടല്ല, അനേക നാള് വശീകരിച്ചിട്ടല്ല ഈ ഹൗവായെ കൊണ്ടെല്ലാം പാപം ചെയ്യിച്ചത്. നിമിഷ നേരം കൊണ്ട് 1-2 വാക്കുകൾ. നമുക്ക് അതിശയം തോന്നും, ഇത്രയേ ഉള്ളോ ഭക്തി എന്ന് പറയുന്നത്? ഒരു വാക്ക് പറഞ്ഞാൽ ഇത്രയേ ഉള്ളോ ഭക്തി എന്ന് പറയുന്നത്? ഇന്ന് നമുക്ക് അതിശയം തോന്നും. ക്രിസ്ത്യാനികളായ പല പെൺകുട്ടികളെയും ചില ചെറുപ്പക്കാർ വശീകരിക്കുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ, മയക്കുമരുന്നിൽ അടിമയാക്കുന്നത് കേൾക്കുമ്പോൾ, പല പ്രകാരത്തിൽ അവരെ ചതിക്കുന്നതെല്ലാം മനസ്സിലാക്കുമ്പോൾ, ഒരു വാക്ക്, ഒരു കുഞ്ഞു വാക്ക്, അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ, ഒരു മിസ് കോള്, ഇതൊക്കെ മതി അവരെ വീഴിക്കാനായിട്ട്. ഇതാ ഹൗവായെ വീഴിക്കാൻ പിശാചിന് ഈ പറഞ്ഞ വാക്കെല്ലാം കൂടെ വായിക്കാൻ 1 സെക്കൻഡൊക്കെ മതി, അല്ലെങ്കിൽ 1 മിനിറ്റ് മതി. അവിടെ ഹൗവ വീണു കഴിഞ്ഞു. അറിഞ്ഞുകൊണ്ടല്ല, താൻ മുഖാന്തരം വലിയൊരു ദോഷം സംഭവിക്കുമെന്ന് അറിഞ്ഞുകൊണ്ടല്ല, മത്സരിച്ചല്ല ഹൗവ പാപം ചെയ്യുന്നത്. മത്സരിച്ച് ചെയ്ത പാപമല്ല. അവിടെ പിശാചിൻ്റെ വശീകരണത്തിൽപ്പെട്ട് താനൊരു വാക്ക് പറഞ്ഞാൽ അതിന് ഇത്രയേറെ ദൂഷ്യഫലം ഉണ്ടാകുമെന്നൊന്നും ചിന്തിക്കുന്നില്ല. ആ ഒരു വാക്കിൻ്റെ മുമ്പിൽ അവിടെ അങ്ങ് വീണു പോവുകയാണ്. പിന്നീട് നാം കാണുന്നു, പിന്നീടും വരുന്നത് എന്താണ്? ഒന്നുകൂടെ പിശാച് ചോദിക്കുന്നു ചില ചോദ്യം കൂടെ. അപ്പോൾ ദൈവത്തിന് എന്നോട് സ്നേഹമുണ്ടോ? ഹൗവായ്ക്കൊരു സംശയം. നിത്യനായ ദൈവം തന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നൊരു സംശയം വരുന്നു. അതോടുകൂടെ ഹൗവ ആ പിശാചിൻ്റെ
ആ കെണിയിൽ പെട്ടുപോവുകയാണ്. ദുഷ്ടനായ പിശാച് അവരെ കെണിയിൽ പെടുത്തിക്കഴിഞ്ഞു. ദൈവമക്കളെ ഇത്രത്തോളം ഉള്ളൂ. കാരണം പിശാചിന് ഒരു കാര്യമുണ്ട്, ദൈവത്തിൻ്റെ ഹിതമെന്തെന്ന് അവർക്കറിയാം. നിത്യനായ ദൈവത്തിൻ്റെ ഹിതമെന്തെന്ന് ആദാമിനും ഹവ്വായ്ക്കും അറിയാം. അവർ ദൈവത്തിൻ്റെ വചനം കേട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ജീവിക്കുമെന്നുള്ളതായ ഒരു സമർപ്പണമെടുത്തിട്ടുണ്ടോ നാം വേദപുസ്തകം വായിച്ചാൽ മനസ്സിലാവില്ല. ഇന്നും ദൈവവചനം കേൾക്കുന്ന ധാരാളം പേരുണ്ട്, ദൈവവചനം കേൾക്കുന്ന ധാരാളം ഇടങ്ങളുണ്ട്, ദൈവവചനം പ്രസംഗിക്കുന്നവരുണ്ട്, കേൾക്കുവാൻ ഓടിക്കൂടുന്ന ആളുകളുണ്ട്. പക്ഷേ ഈ പ്രസംഗിക്കുന്നവരും ഈ കേൾക്കാൻ ഓടിക്കൂടുന്ന ആളുകളിൽ എത്ര പേര് ഈ വചനമനുസരിച്ച് ജീവിക്കുമെന്ന് സമർപ്പണമുള്ളവരുണ്ട്? തീരുമാനമെടുത്തവരാരെല്ലാം ഉണ്ട്. തീരുമാനമെടുത്തവരുടെ എണ്ണം കുറവാണ്, കേൾവിക്കാരുടെ എണ്ണം കൂടുതലാണ്. പറയുന്നവരെല്ലാം തീരുമാനമെടുത്തവരല്ല, കേൾക്കുന്നവരെല്ലാം തീരുമാനമെടുത്തവരല്ല. സമർപ്പണമില്ലാത്ത ക്രിസ്ത്യാനി പിശാചിൻ്റെ മുമ്പിൽ ഒന്നുമല്ല. പിശാചിനെ അവനൊരു ക്രിസ്ത്യാനിയായി പോലും കണക്കാക്കുന്നില്ല. അതുകൊണ്ടാണ് സമർപ്പണമില്ലാത്ത ക്രിസ്ത്യാനിയെ പിശാച് ടാർഗറ്റ് ചെയ്യാറില്ല. അവന് പിശാച് ഒരു ഉപദ്രവം വരുത്താറില്ല, അവനൊരു ബുദ്ധിമുട്ടും വരുത്താറില്ല. സമർപ്പണമുള്ള ദൈവമക്കൾ എവിടെയെല്ലാം ഉണ്ടോ അവർക്കെല്ലാം പിശാച് ബുദ്ധിമുട്ടുകൾ വരുത്തിയിട്ടുണ്ട്, പ്രശ്നങ്ങൾ വരുത്തിയിട്ടുണ്ട്, അവരുടെ മുമ്പിൽ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. ദൈവമക്കളെ നാം സമർപ്പണമെടുക്കുമ്പോൾ മാത്രമേ പിശാചിന് നമ്മളോട് വൈരാഗ്യം വരികയുള്ളൂ. പ്രസംഗം കേൾക്കാൻ പോയതുകൊണ്ടോ പ്രസംഗിച്ചതുകൊണ്ടോ പിശാചിന് നമ്മളോട് പ്രത്യേക വൈരാഗ്യമൊന്നുമില്ല. എന്നാൽ ഞാൻ ജീവനുള്ള ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കും, ഞാൻ പാപം ചെയ്യുകയില്ല, ഞാൻ വെറുപ്പ് കാണിക്കില്ല, ഞാൻ പകരം വീട്ടുകയില്ല, ഞാൻ പ്രതികാരം ചെയ്യുകയില്ല, ഞാൻ വിനയപ്പെട്ട് നിൽക്കും, ഞാൻ സഹിച്ച് ജീവിക്കും. പ്രിയപ്പെട്ടവരെ, ആ സമർപ്പണം, വചനം കേട്ടുണ്ടാകുന്ന സമർപ്പണം ഉണ്ടാകുമ്പോൾ പിശാചിന് നമ്മളോട് വൈരാഗ്യം വരാൻ തുടങ്ങുകയാണ്. ഇപ്പോഴും നാം ഓർക്കണം, ഇതിനായ ദൈവം തൻ്റെ സൃഷ്ടിയുടെ ആരംഭം മുതൽ ഒരു ജനത്തെ ഒരുക്കിക്കൊണ്ടിരുന്നു. ഒരു ജനത്തെ ദൈവം ഒരുക്കിക്കൊണ്ടിരുന്നു. ആദാമിൻ്റെ വീഴ്ചയുടെ ശേഷം അബ്രാഹാമിൻ്റെ കാലം മുതൽ ദൈവം മനുഷ്യനെ വിളിക്കാൻ തുടങ്ങി. മനുഷ്യനെ ദൈവം വിളിക്കാൻ തുടങ്ങി. അബ്രാഹാമിനെ ദൈവം വിളിച്ചു. അബ്രാഹാമിൻ്റെ കാലം മുതൽ നിത്യനായ ദൈവം ജനത്തെ അനുഗ്രഹിക്കാൻ തുടങ്ങി. അനുഗ്രഹിച്ച് അവരെ വളർത്താൻ തുടങ്ങി. ഒരു സമൂഹമായിട്ട് ദൈവം വളർത്താൻ തുടങ്ങി. ഒരു അഗ്രികൾച്ചർ കമ്മ്യൂണിറ്റി ആയിട്ടോ, ഒരു ഇൻഡസ്ട്രിയൽ കമ്മ്യൂണിറ്റി ആയിട്ടോ, അല്ലെങ്കിൽ ഒരു ഇൻ്റലിജൻറ്റ് കമ്മ്യൂണിറ്റി ആയിട്ടൊക്കെ നമ്മൾ ഈ കാലത്ത് പറയാറുണ്ട്. ആ ദേശത്ത് ഒരു അഗ്രികൾച്ചർ കമ്മ്യൂണിറ്റി ഉണ്ട്, ഒരു ഇൻ്റലിജൻറ്റ് ഗ്രൂപ്പുണ്ട്. നമ്മളങ്ങനെയൊക്കെ പറയാറ്. അവർ ഇൻഡസ്ട്രിയസ് ആണ്, കൂടുതൽ വ്യവസായ താല്പര്യരായ ആളുകളാണ്. അങ്ങനെയുള്ളതായ സമൂഹത്തെക്കുറിച്ചെല്ലാം നാം ധാരാളം മീഡിയയിൽ കാണാറുണ്ട്. എന്നാൽ വേദപുസ്തകം നമുക്ക് കാണിച്ചു തരുന്നതായ ആ ദൈവം വിളിച്ചതായ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്, ആ ദൈവം വിളിച്ച ആ സമൂഹം എന്ന് പറയുന്നത് ഹോളി കമ്മ്യൂണിറ്റിയാണ്. വിശുദ്ധിയുള്ളൊരു കൂട്ടമാണ്. വിശുദ്ധിക്ക് വേണ്ടി ജീവിക്കും, വിശുദ്ധരായി ജീവിക്കും, വിശുദ്ധിക്ക് വില കൊടുക്കും, വിശുദ്ധിയെ വെറുക്കുന്ന, വിശുദ്ധിക്ക് കോട്ടം വരുന്നതായ ഒന്നിലേക്കും പോവുകയില്ല, അതിനെ വെറുക്കില്ല. വിശുദ്ധരായി ജീവിക്കും എന്നുള്ളതായ സമർപ്പണമുള്ളതായ ഒരു കമ്മ്യൂണിറ്റിയാണ് ജീവനുള്ള ദൈവം അബ്രാഹാമിൻ്റെ കാലം മുതൽ വിളിച്ച് വേർതിരിച്ചു കൊണ്ടുവന്ന ജനം. ഇസ്രായേൽ ജനം അപ്രകാരമുള്ളതായ വിശുദ്ധ വിളി കൊണ്ട് വിളിക്കപ്പെട്ടവരായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അവരുടെ ജീവിതത്തിൽ അനേകം പാളിച്ചകൾ സംഭവിച്ചു. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 2 കൊരിന്ത്യ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. നിങ്ങൾ എൻ്റെ പക്കൽ അസാരം ബുദ്ധിഹീനത പുറത്തു കൊണ്ടാൽ കൊള്ളാമായിരുന്നു. അതെ, നിങ്ങൾ എന്നെ പുറത്തു കൊള്ളുന്നുവല്ലോ. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മലകന്യയെ ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത നിർമ്മലതയുടെ വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് അതിവേദനയോടെ എരിവോടെ പറയുന്ന വാക്കുകളാണ്. നമുക്കറിയാം, സ്വന്തം മകളെ വളർത്തുന്ന ഏതോ ഒരപ്പൻ്റെയും ഹൃദയത്തിലെ ആഗ്രഹമാണ് തൻ്റെ മകൾ ഒരു നിഷ്കളങ്ക കന്യകയായി തന്നെ വളരണം. ഒരു നിഷ്കളങ്ക കന്യകയായി വളരണം. ആ നിഷ്കളങ്ക കന്യകയെ തക്ക സമയത്ത് യോഗ്യനായ ഒരു പുരുഷനെ ഏൽപ്പിച്ചു കൊടുക്കണം. അത്
ഈ ഭൂമിയിലെ എല്ലാ അപ്പന്മാരുടെയും ഹൃദയത്തിലുള്ള ആഗ്രഹമാണ്. ദൈവമക്കളെ, നമുക്കറിയാം, അത് ഏതോ ഒരു അപ്പനും അത് തന്നെ ആഗ്രഹിക്കുകയുള്ളൂ. ഭാഗ്യവാനായ പൗലോസ് സഭയെക്കുറിച്ചാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? സഭയുടെ മക്കൾ, സഭയെ നട്ടുവളർത്തിയ പൗലോസാണ്. കൊരിന്ത്യ സഭയിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഞാനാണ് നിങ്ങളുടെ പിതാവെന്ന്. എന്ന് വെച്ചാൽ താനാണ് ആ സഭയെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നത്. ദൈവത്തിന് സ്തോത്രം. ആ വിശ്വാസികൾ, കടന്നു വന്നതായ വിശ്വാസികൾ, അവർ ഉടമ്പടി ചെയ്തത് ആരോടാണ്? ആ ഉടമ്പടി അവർ ലംഘിച്ചു. ഉടമ്പടി പറയുന്നത് ക്രിസ്തുവിനോടാണ്. പക്ഷേ അവർ ജീവിക്കാൻ തുടങ്ങിയത് ക്രിസ്തു ഇല്ലാത്തവരായിട്ടാണ്. ഈ പൗലോസിൻ്റെതായ വേദന അത് ആർക്ക് മനസ്സിലാകും? ഇന്നത്തെ ക്രിസ്ത്യാനികൾക്ക് ഇത് വായിക്കുന്നുണ്ട്, പക്ഷെ ആർക്കാ മനസ്സിലാകുന്നത്? ഞാൻ ദൈവത്തിൻ്റെ എരിവോട് എരിയുന്നു. ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മലകന്യകയായി വിവാഹം കഴിപ്പിക്കാൻ നിശ്ചയിച്ചിരുന്നു. അത് ഒന്നുകൂടെ വായിക്കാം നമുക്കത്. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോട് എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മലകനെ ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പ ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലൻ പറയുകയാണ്, ക്രിസ്ത്യാനികൾ മനസ്സുകൊണ്ട് വഷളായിപ്പോയി. അതിവേദന തിന്നുകയാണ് അപ്പോസ്തലൻ. ഈ അതിവേദന, മക്കളെ വളർത്തുന്ന അപ്പന് മക്കളെക്കുറിച്ച് അതിവേദനയുണ്ട്. മക്കളുടെ സ്വഭാവം വഷളായാൽ, മക്കളുടെ മനസ്സ് ചാഞ്ചല്യപ്പെട്ടു പോയാൽ, സ്വന്തം മകളുടെ ഹൃദയം മറ്റൊരുത്തനിലേക്ക് വശീകരിക്കപ്പെട്ടാൽ, സ്വന്തം മകൻ മറ്റ് അവിഹിതമായൊരു ബന്ധത്തിലേക്ക് വശീകരിക്കപ്പെട്ടാൽ ഒരപ്പൻ്റെ ഹൃദയം നോവും. അത് നമുക്ക് മനസ്സിലാകും. ആ വേദന നാം അറിയാറുമുണ്ട്. എന്നാൽ തൻ്റെ സഭയിൽപ്പെട്ട ആളുകൾ, തൻ്റെ സഭയിലുള്ളതായ അംഗങ്ങൾ, അവർ ക്രിസ്തുവിനോട് ഏകാഗ്രതയില്ല, അവർ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നില്ല, അവർ ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുന്നില്ല, ആ വചനപ്രകാരം ജീവിക്കുന്നില്ല, ആ വചനത്തോട് പ്രതിബദ്ധതയില്ല എന്നുള്ളത് കൊണ്ട് ആ സഭയിലെ ആളുകളെക്കുറിച്ച്, ആ സഭയുടെ അംഗങ്ങളെക്കുറിച്ച് വേദനയുള്ള ആത്മീയ പിതാക്കന്മാരാരാണുള്ളത്? കൂട്ടായ്മ നടത്തുന്നവരുണ്ട്, കൂട്ടായ്മ നടത്തുന്നവർ തന്നെയുണ്ട്. ആ കൂട്ടായ്മയിലുള്ളവർ, അവരുടെ ജീവിതത്തിൽ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയില്ല. അവർ വചനം കേൾക്കുന്നുണ്ട്, ആളുകൾ കൂടി വരുന്നുണ്ട്, എന്നാൽ അവരുടെ ഹൃദയം വശീകരിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവിൽ നിന്ന് അവർ മാറിപ്പോയി, ക്രിസ്തുവിൽ നിന്ന് മാറിപ്പോയി. ക്രിസ്തുവിനോടുള്ള ഭക്തി കുറഞ്ഞുപോയി. എങ്ങനെയെല്ലാമാണ് കുറഞ്ഞത്? കൊരിന്ത്യ ലേഖനം വായിച്ചാൽ നമുക്കറിയാം. അക്കാലത്ത് കർത്താവായ യേശുവിനോട് വാക്ക് പറയുന്നതായ ക്രിസ്ത്യാനി എങ്ങോട്ടെല്ലാമാണ് മാറിപ്പോയത്? അവർ മാറിപ്പോയത് ആചാരാനുഷ്ഠാനങ്ങളിലേക്ക് മാറിപ്പോയി. ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ആ പഴയകാല ആ വീഴ്ചകളിലേക്ക് അവർ പോയി. അനുഷ്ഠാനങ്ങൾ മതി, ആചാരങ്ങൾ മതി, ചില ചടങ്ങുകൾ മതി. ഹൃദയം കൊണ്ട് ദൈവത്തെ സ്നേഹിക്കണ്ട. ഹൃദയം ക്രിസ്തുവിലാകണമെന്നില്ല. ആചാരങ്ങൾ കൊണ്ട്, അനുഷ്ഠാനങ്ങൾ കൊണ്ട് ആത്മീയമായ സർവ്വതും നേടാം. എല്ലാ നന്മകളും ആചാരങ്ങൾ വഴി കിട്ടും. അനുഷ്ഠാനങ്ങൾ നടത്തിയാൽ ദൈവത്തെ പ്രസാദിപ്പിക്കാം. നേർച്ച കാഴ്ചകൾ കൊടുത്താൽ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാം. ഇങ്ങനെയുള്ളതായ ഒരു പോഷ്ക വിശ്വാസത്തിലേക്ക് അനേക ക്രൈസ്തവർ മാറിപ്പോയി. അപ്പോസ്തലൻ പറയുകയാണ്, പിന്നീട് എങ്ങനെയാണ് അവർ തെറ്റിപ്പോയത്? ആ ഒരു വിശ്വാസികളുടെ ഇടയിൽ അശുദ്ധിയുള്ളവർ, എന്നുവെച്ചാൽ പ്രകടമായി വേണ്ടാധീനമുള്ളവർ സഭയിലുണ്ടാകുന്നു. അപ്പോസ്തലൻ പറയുകയാണ്, എൻ്റെ ഹൃദയം നിങ്ങൾ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ടുപോയി എന്ന്. മാത്രമല്ല, തമ്മിൽ ഭിന്നതയുണ്ടായി, തമ്മിൽ പിണക്കമുണ്ടായി, തമ്മിൽ സ്നേഹമില്ലാതായി തീർന്നു. സർവ്വലോകവും നേടി ആത്മാവിനെ കരുതിയില്ല എങ്കിൽ എന്ത് പ്രയോജനം? പ്രിയപ്പെട്ടവരെ, ഇന്ന് ആ വേദന അനുഭവിക്കുന്ന സഭാപിതാക്കന്മാരെയോ ആത്മീയ നേതാക്കന്മാരെയോ നമുക്ക് കാണാനില്ല എന്നുള്ളതാണ് ഇന്ന് ക്രൈസ്തവ ലോകത്ത് വന്നിരിക്കുന്ന ഏറ്റവും വലിയ ദാരിദ്ര്യം, അധപ്പതനം എന്ന് പറയുന്നത്. ഭാഗ്യവാനായ പൗലോസിനെ പോലെ, താൻ ജനിപ്പിച്ച ദൈവമക്കളെ പോലെ, താൻ ജനിപ്പിച്ച ദൈവമക്കൾ ക്രിസ്തുവിൽ നിന്ന് അകന്നുപോയി. സമൂഹമുണ്ട്, പള്ളിയുണ്ട്, ഇടവക്കാരുണ്ട്, കൂട്ടായ്മയുണ്ട്, അംഗങ്ങളുണ്ട്. പക്ഷേ എല്ലാം തമ്മിൽ സ്നേഹം കുറഞ്ഞുപോയി, ഭിന്നിച്ചുപോയി. പാപം ചെയ്യുന്നവർ കൂട്ടായ്മയിലുണ്ട്, പാപത്തിൽ വാഴുന്നവർ
പാപം വാഴുന്നവർ സഭയിലുണ്ട്, കൂട്ടായ്മയിലുണ്ട്. ഇതിനെല്ലാം കുറിച്ചുള്ളതായ വേദനയില്ലാത്തതായ ഒരവസ്ഥയാണ് അത്യന്തം വേദനാകരമായ ഒരു ക്രൈസ്തവ അധപതനം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, പിശാച് മനുഷ്യനെ ടാർഗറ്റ് ചെയ്യുന്നു. പിശാച് പിന്നെയും മനുഷ്യനെ വഞ്ചിക്കുന്ന വധമുണ്ട്. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യം നമുക്ക് വായിക്കാം. എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ നശിച്ചു പോകുന്നവർക്കത്രേ മറഞ്ഞിരിക്കുന്നു. ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ദൈവത്തിന് സ്തോത്രം. അവിടെ വേറൊരു വിധത്തിലാണ് പിശാച് പ്രവർത്തിക്കുന്നത്. പിശാച് അനേകരുടെ ഹൃദയത്തിൽ ഒരു ചിന്ത കൊടുക്കുകയാണ്. എന്താണ് ആ ചിന്ത? ദൈവത്തിൻ്റെ വചനം ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഇന്ന് വലിയൊരു കൂട്ടം ആളുകൾ പറയുന്ന കാര്യമാണ്, വേദപുസ്തകം ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, ഞങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാകുന്നില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം വായിച്ചാൽ മനസ്സിലാകണമെങ്കിൽ എങ്ങനെ മനസ്സിലാകും? ജ്ഞാനികളോടുകൂടെ നടക്കുക, എന്നാൽ നീയും ജ്ഞാനിയാകും. ദൈവത്തിൻ്റെ വചനം സ്ഥാപിത താല്പര്യമില്ലാതെ, വേറെ യാതൊരു ഉദ്ദേശവുമില്ലാതെ ദൈവത്തിൻ്റെ വചനം, വിശുദ്ധമായ ദൈവത്തിൻ്റെ വചനം വിളമ്പുന്നിടത്ത് പോയി വചനം കേൾക്കണം. അല്ല, ദൈവത്തിൻ്റെ വചനം ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൽ നിന്ന് അകന്നു പോകുന്ന ധാരാളം പേരുണ്ട്. അവർക്ക് ആകെ പറയാനുള്ള എത്രയേ ഉള്ളൂ, ഞങ്ങൾക്ക് വായിച്ചിട്ട് മനസ്സിലാവണില്ല, ഞങ്ങൾക്ക് കേട്ടിട്ട് മനസ്സിലാകുന്നില്ല. പ്രിയപ്പെട്ടവർ, എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് ദൈവം എഴുതിയിട്ടുള്ളത്. എന്നാൽ അത് മനസ്സിലാക്കുന്നിടത്ത് പോകണം. വിശ്വാസം അത് കേൾവിയാലും ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു എന്ന് പറയുന്നു. ദൈവത്തിൻ്റെ സത്യവചനം ഉള്ളിടത്ത് പോയി ദൈവവചനം കേട്ടാലേ അത് മനസ്സിലാവുകയുള്ളൂ. അവിടെ പോകാതെ പിശാച് തടയുന്നു. എന്നിട്ട് പറയുന്നു ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. പിന്നീട് കാര്യം എന്താണ്? 4-ാമത്തെ വാക്യം, ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ദൈവം ഓരോ മനുഷ്യൻ്റെയും, എൻ്റെ ഹൃദയത്തിലേക്കും നിങ്ങളുടെ ഹൃദയത്തിലേക്കും, എൻ്റെ ചിന്തയും നിങ്ങളുടെ ചിന്തയുമെല്ലാം ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കാനുള്ളതായ വെളിവും വെളിച്ചവും എല്ലാവരുടെയും ബുദ്ധിയിൽ ദൈവം തന്നിട്ടുണ്ട്. ദൈവം ആ ബുദ്ധി കൊടുക്കാതെ ആരെയും സൃഷ്ടിച്ചിട്ടില്ല. പക്ഷേ പിശാച് അത് കുരുടാക്കുന്നു. പിശാച് ആ ചിന്ത കുരുടാക്കി കളയുന്നു. അങ്ങനെയാണ് ദൈവവചനം ഞാൻ കേൾക്കാൻ പോയാൽ എനിക്ക് നഷ്ടം വരും, എൻ്റെ സുഖം പോകും, എൻ്റെ സന്തോഷം പോകും, ഈ ലോകത്തിലെ എൻ്റെ കൂട്ടുകാർ പോകും, എൻ്റെ പരിചയക്കാർ, അവരോടുള്ളതായ ആ അഴകുഴ ജീവിതം, അങ്ങനെ ഒഴുക്കിനത്തൊഴുകുന്ന ജീവിതം, ഒരു പ്രിയപ്പെട്ടവരെ ഒരു സിൽക്കി ക്രിസ്ത്യാനിറ്റി അനേകർ ആവശ്യപ്പെടുന്നതാണ്. അതെനിക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് വചനം കേൾക്കണ്ട എന്നുള്ള ചിന്ത, ഇതെല്ലാമാണ് പിശാച് ഉപയോഗിക്കുന്നതായ തന്ത്രങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ ശരിയായ വഴിയിലേക്ക് പോകാൻ നമുക്കൊന്നേ ഉള്ളൂ. നമ്മുടെ തലകളെ നമുക്ക് വണക്കാം. നാം യഥാർത്ഥത്തിൽ പിശാചിൻ്റെ കെണിയിൽപ്പെട്ടവരാണോ? പിശാച് നമ്മളെ വശീകരിച്ച് കളഞ്ഞോ? നാം ചടങ്ങുകളിൽ കുടുങ്ങിയോ? നാം പാരമ്പര്യത്തിൻ്റെ പെരുന്നാളുകളിൽ കുടുങ്ങിപ്പോയോ? നാം ക്രിസ്തുവിൻ്റെ വചനം കേൾക്കാൻ താല്പര്യമുള്ളവരാണോ? അതോ എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ് നാം മാറിപ്പോകുന്നവരാണോ? പ്രിയപ്പെട്ടവരെ, ക്രൂശിലേക്ക് നോക്കാം. അവിടെ നിന്ന് ആശ്വാസം വരട്ടെ, അവിടെ നിന്ന് സമാധാനം വരട്ടെ, അവിടെ നിന്ന് സ്വർഗീയ കാറ്റടിക്കട്ടെ, അവിടെ നിന്ന് പ്രകാശം വരട്ടെ. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആ സ്വർഗീയ പ്രകാശം വരട്ടെ. സാത്താൻ്റെ ബന്ധനത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുക. സാത്താൻ നിങ്ങളെ ചതിച്ചിടത്തുനിന്ന് മോചനം പ്രാപിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ, ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നവനായ യേശുവേ, ക്രൂശിലെ രക്തം കൊണ്ട് ഞങ്ങളെ മുദ്രയിട്ടവനായ യേശുവേ, ആ സ്വർഗീയ പ്രകാശം ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് തരണമേ. നിൻ്റെ സൂര്യനിനി അസ്തമിക്കില്ല എന്ന് പറഞ്ഞ ആ വാഗ്ദത്ത വചനപ്രകാരം ഈ വചനം കേൾക്കുന്നവരുടെ ഹൃദയത്തിൽ ആ ഉദയസൂര്യൻ ഉദിക്കുമാറാകണമേ. സുവിശേഷത്തിൻ്റെ വചനത്താൽ ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരണമേ. ഹൃദയത്തിൽ സമാധാനവും സന്തോഷവും കൊണ്ട് അവരെ നിറയ്ക്കണമേ. യേശു മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമീൻ.